മലപ്പുറം ഊരങ്ങാടിയിൽ കിണറ്റിൽ വീണ ആനയെ ഇന്നലെ രാത്രി കരയ്ക്ക് കയറ്റിയിരുന്നു. 2 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് ആനയെ രക്ഷിച്ചത്. അവശ നിലയിലായിരുന്ന ആന പിന്നെ കാട് കയറി. ദിസ്ന സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. 20 മണിക്കൂർ നീണ്ട രക്ഷാദൗത്യത്തിനാണ് പരിസമാപ്തിയായിരിക്കുന്നത്. കിണറ്റിലകപ്പെട്ട ആന പുറത്തേക്കിറങ്ങി ഉൾവനത്തിലേക്ക് കയറിയ കാഴ്ചയൊക്കെ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്തായാലും ഈ ഊർക്കാട്ടേരിക്കാർക്ക് ഇനി ആശ്വാസത്തിന്റെ നിമിഷം എന്ന് തന്നെ പറയാം. പുലർച്ചെ 1 മണിക്കാണ് ഈ ആന സണ്ണി എന്ന ഉടമയുടെ കിണറ്റിൽ വീഴുന്നത്. തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഈ പ്രദേശത്ത് അലയടിക്കുന്ന ഒരു കാഴ്ചയൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു. ഈ ജനങ്ങൾ മുന്നോട്ട് വെച്ച 4 ആവശ്യങ്ങൾ അംഗീകരിക്കുകയും പിന്നീട് സമവായ ചർച്ചയിലൂടെയാണ് ഈ ആനയെ പുറത്തേക്കിറക്കി ഉൾവനത്തിലേക്ക് കയറ്റി അയക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ അതായത് കിണറുടമയ്ക്ക് 1.5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക എന്നതായിരുന്നു ഒന്നാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത്. കൂടാതെ ഫെൻസിംഗ് സംവിധാനം ഏർപ്പെടുത്തുക, അതായത് 7.5 കിലോമീറ്റർ ദൂരം വരെ ഫെൻസിംഗ് സംവിധാനം ഉറപ്പാക്കുക എന്നൊരു കാര്യം തന്നെയാണ് ഇവിടുത്തെ പ്രദേശവാസികൾ എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്. ഏകദേശം 1.5 കോടിയോളം രൂപ ഇതിനുവേണ്ടി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്നും അനുവദിക്കുമെന്നൊരു ഉറപ്പും നൽകിയിരുന്നു. കൂടാതെ തന്നെ ഈ ആനയെ പുറത്തിറക്കുന്നു. ഈ ആന ഉൾവനത്തിൽ പോവാൻ വിസമ്മതിച്ചാൽ കുങ്കി ആനകളെ ഉപയോഗിച്ച് ആനയെ ഉൾവനത്തിലേക്ക് കയറ്റുക എന്ന ഒരു പദ്ധതിയും ഈ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇനിയുള്ള നിമിഷങ്ങളിൽ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ RRT സംഘം ഇവിടെ നിരീക്ഷണം നടത്തുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ആ ഒരു ഭീതി മാറുന്നതുവരെ അല്ലെങ്കിൽ ഈ ആന വീണ്ടും തിരിച്ചു വരുവാനുള്ള ഒരു സാധ്യതയൊക്കെ തന്നെയും തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ RRT സംഘം ഇവിടെ ശക്തമായി തന്നെ പരിശോധന നടത്തുമെന്ന്, നിരീക്ഷണം നടത്തുമെന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഒരു ഭാഗത്ത് ജനങ്ങളുടെ ജനകീയമായ പ്രശ്നങ്ങൾ, ഇവിടെ ഉപജീവന മാർഗം നടത്തുന്ന ഭൂരിഭാഗം ജനങ്ങളും കൃഷിയാണ് അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത്. അത്തരത്തിൽ ഈ ഉപജീവന മാർഗം ഒക്കെ തന്നെയും കാട്ടാന നശിപ്പിക്കുന്ന ഒരു രീതി. എന്നാൽ അതേസമയം 20 മണിക്കൂറോളം ഒരു ആന കിണറ്റുള്ളിൽ കഴിയുന്ന ഒരവസ്ഥ. എന്തായാലും ആശ്വാസകരമായ വാർത്ത. ഊർങ്ങാട്ടേരിക്കാർക്ക് ഇനി ആശ്വാസത്തിന്റെ നിമിഷം, ഇനി അവർക്ക് സുഖമായി ഉറങ്ങാം എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്കകളൊക്കെ തന്നെയും ഒഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ പ്രദേശത്ത് RRT സംഘത്തിന്റെ നിരീക്ഷണം തുടരുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ജനങ്ങളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ തന്നെയും രാവിലെ തന്നെ നമ്മൾ കണ്ടിരുന്നു. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ആളുകളെയൊക്കെ തന്നെയും കണ്ടിരുന്നു. ഈ വന്യജീവി ആക്രമണങ്ങൾ വരുമ്പോൾ മാത്രമാണ് വനം വകുപ്പും അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളും തങ്ങളെ തേടി വരുന്നത് എന്നൊരു പരാതിയും പരിഭവവും പ്രതിഷേധവും ഒക്കെ തന്നെയും അവർ ഉയർത്തിയിരുന്നു. 20 മണിക്കൂർ കിണറ്റിൽ കഴിഞ്ഞ ഈ ആനയ്ക്ക് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ക്ഷീണമുണ്ടായിരുന്നു. 4-5 തവണ ഇത് പുറത്തേക്ക് വരുവാനുള്ള ശ്രമം ഒക്കെ തന്നെയും നടത്തിയിരുന്നു. എന്നാൽ സാധിക്കാതെ വീണ്ടും കിണറ്റിലേക്ക് പോകുന്ന രീതിയും ഒക്കെ തന്നെയും നമ്മൾ കണ്ടിരുന്നു. പിന്നീട് ഊർജ്ജസ്വലനായി ഇത് പുറത്തേക്ക് വരികയും ആ കിണറ്റിൽ കിടന്നതിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമാണ് ആനയ്ക്കുണ്ടായത് എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ വളരെ വ്യക്തമായി അത് കണ്ടു. ഊർങ്ങാട്ടേരിക്കാർക്ക് ഇനി ആശ്വാസത്തിന്റെ നിമിഷം, അവർക്ക് ഇനി സുഖമായി ഉറങ്ങാം എന്നത് തന്നെയാണ്. വനംവകുപ്പിന് അഭിമാനിക്കാവുന്ന ഒരു രക്ഷാദൗത്യം തന്നെ വീണ്ടും പൂർത്തീകരിച്ചിരിക്കുന്നു. ക്യാമറമാൻ പ്രശോഭ് കുറ്റിയൂലിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, മലപ്പുറം. ഇന്നലെ കിണറ്റിൽ നിന്ന് കയറ്റിയ ആന ഇപ്പോഴും ഉൾക്കാട്ടിലേക്ക് മടങ്ങിയിട്ടില്ല. ജനവാസ മേഖലയുടെ സമീപത്തുണ്ട് എന്നാണ് രാവിലെ വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നത്. ഇന്നിപ്പോൾ കുങ്കി ആനകളെ എത്തിച്ച് വനമേഖലയിലേക്ക് ആനയെ പ്രവേശിപ്പിക്കാനുള്ള, തുരത്താനുള്ള നടപടികൾ രാവിലെ ആരംഭിക്കുമെന്നും വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്.